നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻഡസ്ട്രിയിൽ കരിയർ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിജോനെ പരിചയപ്പെട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത് വളരെ വലിയൊരു ഇൻഡസ്ട്രി ആണെന്നും ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലായി. മാത്രമല്ല, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്കെല്ലാം അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് സിജോ ജോർജ് ആണ്. സിജോ ഒരു ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏവിസ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറാണ്. നമുക്ക് സിജോനോട് ചോദിക്കാം, എന്താണ് കരിയർ ഓപ്ഷൻസ്, ആർക്കൊക്കെ പഠിക്കാം, എങ്ങനെ പഠിക്കാം, പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ സിജോ, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. വിളിച്ചതിൽ നന്ദി. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ കുറേ സ്റ്റുഡൻസും പേരൻസൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്തിനു പോകണം, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ആ സമയത്ത് ഇങ്ങനൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ താങ്ക് യു. യെസ്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി, ബിടെക്, MBBS ഇതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതെ. ഞാൻ ഇന്ന് രാവിലെ കൂടെ വൈഫായിട്ട് സംസാരിക്കണ്ടേ. വൈഫ് ഇങ്ങനെ, മോൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ വൈഫ് ചോദിച്ചു, 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് മക്കളെ എന്ത് വിടാനാണ് പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും അവർക്ക് അതിന് ശേഷം പഠിക്കേണ്ടി വരില്ല. അപ്പോൾ അതെന്താ, കാരണം അവർ ചൂസ് ചെയ്യട്ടെ. ഇപ്പം എന്തായാലും ഡിഗ്രിക്ക് വിടാൻ എനിക്കൊരു ഉദ്ദേശമില്ല, 4 വർഷം ബിടെക്കിന് പോയിട്ട് പഠിച്ചിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ തമ്മിലൊരു സംഭാഷണം നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സ്കില്ല് നോക്കണം, അവരുടെ ചോയ്സ് നോക്കണം, മാർക്കറ്റിൻ്റെ നീഡ് നോക്കണം. പക്ഷേ വൈഫിൻ്റെ പാറ്റേൺ കുറച്ചും കൂടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള 12th കഴിഞ്ഞ് ഗ്രാജുവേഷൻ, ബിടെക്, MBBS ആ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ വൈഫിന് ഇതിന് മുന്നേ നമ്മൾ ചെയ്തൊരു പോഡ്കാസ്റ്റ് അയച്ചു കൊടുത്തു, ഹൗ ടു ചൂസ് എ കരിയർ എന്ന് പറയുന്ന ഒരു ഇതിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇനി വൈഫ് കണ്ടുവരുമ്പോൾ പറയും, യെസ് വി ക്യാൻ കൺസിഡർ ദെയർ തിങ്, ബട്ട് ദെൻ കംസ് ദി ക്വസ്റ്റ്യൻ, വാട്ട് ആൻഡ് ഹൗ. അവിടെയാണ് ചോദ്യം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആക്ച്വലി ഈ ഒരു മേഖലയുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേർക്ക് ഒരു ടോർച്ച് ലൈറ്റ് പോലെ വെളിച്ചം പകർന്നതായിരിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും സിജോൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാമോ? എവിടെയാണ് വീട്, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, എൻ്റെ പേര് സിജോ ജോർജ്. ഓക്കെ, ഞാൻ ഈ ഒരു മേഖല, ഞങ്ങൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ലാസ്റ്റ് 20 വർഷമായിട്ടുണ്ട്. സ്റ്റഡി അബ്രോഡും എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുത്തെ ലോക്കൽസിനെ ഈ ബേക്കിംഗ് പഠിപ്പിക്കാനായിട്ട് 1993 ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേരാണ് ബേക്കിംഗ് ഇൻഡസ്ട്രി ട്രെയിനിങ് കോളേജ് എന്ന് പറയും, BITC. ആ കോളേജ് പിന്നീട് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നു. പിന്നെ ആ കോളേജ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് അത് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി, അതിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഞങ്ങളുടെ കമ്പനി ആ കോളേജിൻ്റെ ഷെയർസ് പാർഷ്യലി എടുക്കുകയും ചെയ്തു. ആ സമയത്ത് 2017 or 2018 ഒരു വലിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തു അവർ. അതായത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള പേസ്ട്രീസിൻ്റെ എല്ലാം ഒരു ടേബിൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അത് നോക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഇതിൽ കാണുന്ന സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഞാൻ ആ കോഴ്സ് കൂടുതലൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ സിംഗപ്പൂർ പോയി പഠിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, വിസ കിട്ടുന്നില്ല. ആ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇതേപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാന്ന്. അങ്ങനെ ഞങ്ങൾ 2021 ഈ ഒരു തീരുമാനം എടുത്ത് കൊച്ചിയിൽ നമ്മളൊരു ഫസ്റ്റത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തു പോയി. പക്ഷെ ആർക്കും ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയുന്നില്ല. ഇത് പഠിച്ചാൽ ഗുണമുണ്ടോ, ഒരു ജീവിതം, ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ലൈഫ് സെറ്റിലാക്കാൻ പറ്റുമോ, എബ്രോഡ് പോയി എന്തെങ്കിലും സാധ്യത ഉണ്ടോ, പിന്നെ ഇത് പഠിക്കണോ? കാരണം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ബേക്കറിയിൽ വലിയൊരു റെവല്യൂഷൻ നമ്മുടെ നാട്ടിൽ മൊത്തം നടന്നിട്ടുണ്ട്. ഹോം ബേക്കേഴ്സ് നല്ലൊരു ഒരുപാട് അമ്മമാരും അവർക്കൊക്കെ വളരെയധികം ഇൻകം ഇപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല. അപ്പോൾ അതിലൊന്ന് ഓൺലൈനിൽ പഠിച്ചാൽ പോരെ, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാവരും നിൽക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ തുടങ്ങി. ഇപ്പോൾ 3ാമത്തെ വർഷത്തിലാകുമ്പോൾ ഞങ്ങൾക്ക് നല്ല സക്സസ് ആയിട്ട് ഒരുപാട് കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 17-18 വയസ്സ് മുതൽ 60-65 വയസ്സ് വരെയുള്ളവർ ഈ കോഴ്സ് പഠിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. നൈസ്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ക്ലാരിറ്റിയിലേക്ക് വരാം. അതായത് ഗ്രോത്ത് ടോക്സിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകന് ഇതിൽ നിന്ന് എന്തെടുക്കാൻ സാധിക്കുന്നു അവൻ്റെ ലൈഫിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഡീപ്പായിട്ട് പോകാം. ഒരു ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നൊരു സ്റ്റുഡൻറ്റ് ഏത് പ്രായക്കാരനാണെങ്കിലും അവരുടെ പ്രൈമറി ചോയ്സ് എന്ന്, വൈ ദേ ആർ ചൂസിങ് ദിസ്, എന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത്? നമ്മൾ 2 റീസൺ. അതായത് നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവണം,
എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാം. ഒന്ന്. രണ്ട്, നിങ്ങൾക്കൊരു ജോലിയാണ്, നിങ്ങൾക്ക് ജോലി ഇത് സെറ്റിൽ ആവണം. ഈ 2 റീസൺ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം ആപ്റ്റാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഷോർട്ട് ടൈമിനുള്ളിൽ, അതായത് 1 ഇയർ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ്, നിങ്ങൾക്കൊരു ജോലിയിലേക്ക് കയറാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ഈ 2 റീസണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത്, കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അതെ. ഇനി അടുത്ത ചോദ്യം, ഇത് ചൂസ് ചെയ്യുന്ന ഇപ്പോൾ പേസ്ട്രി എന്ന് പറയുമ്പോൾ പൊതുവേ സാധാരണ നാട്ടിലൊക്കെ എന്താ മനസ്സിൽ വരിക? കേക്ക് അല്ലേ? ഈ കേക്കിന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ആക്ച്വലി ഉണ്ട്, പക്ഷെ അത് ഒരു മനസ്സിൽ ഡൗട്ട് വരില്ലേ ആൾക്കാർക്ക്? എത്ര നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു സംശയമാണ്. ഇത് ഒന്ന്, എല്ലാവരുടെ മനസ്സിൽ ഈ പേസ്ട്രി എന്ന് പറയുമ്പോൾ കേക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഈ കേക്കിന് ഇത്രയല്ലേ ഉള്ളൂ സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷെ കേക്ക് മാത്രമല്ല, ഇതിനകത്ത് ഡെസേർട്സ് ഒരുപാടുണ്ട്, കുക്കീസ് ഉണ്ട്, ബ്രെഡ്സ് ഉണ്ട്. ബ്രെഡ്സിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സിൻ്റെ ഒരുപാടുണ്ട്. അപ്പോൾ വലിയ സാധ്യതയുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഒരു കേക്ക് മാത്രം പഠിക്കുന്നൊരു കോഴ്സല്ല ഈ ബേക്കിംഗ് പഠിക്കുക എന്ന് പറയുന്നത്. ഇതിൽ ബാക്കി മേഖലകളും കൂടെ ഉണ്ട്. ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലോ നോർമൽ ഹോട്ടലാണെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ക്രൂസ് ഷിപ്പുകൾ, അതുപോലെ ഈവൻ ഹോസ്പിറ്റലിൽ വരെ, ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വരെ പേസ്ട്രി ഇതുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ നമുക്ക് ആ കരിയർ ഓപ്പർച്യൂണിറ്റി ഡീപ്പായിട്ട് പോകാം. ഓക്കെ. ഇപ്പോൾ ഒരു ബേക്കറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോക്കലായിട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അടുത്തുള്ള ഒരു ആക്സസിബിൾ പോയിന്റ് ഒരു ബേക്കറി ആയിരിക്കും. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ താജ് അല്ലെങ്കിൽ ഹയാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഷിപ്പിൽ പോവാം, എയർലൈൻസിൽ പോവാം, അങ്ങനെയൊക്കെ പോവാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ മാർക്കറ്റാണ് ഇത്? അതായത് ഇപ്പോൾ ഒരു കുട്ടി, ഒരു എത്രയാണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് ബാച്ച് സൈസ് പൊതുവെ എങ്ങനെയാണ്? നമുക്ക് ഒരു ബാച്ചിൽ എന്ന് പറഞ്ഞാൽ 32 പേരാണ്. 32 പേരാണ്. ഈ 32 പേരും പ്ലേസ്ഡ് ആവുന്നുണ്ട് കഴിയുമ്പോൾ തന്നെ. എവിടെയാണ് അവർ കൂടുതൽ പ്ലേസ് ആവുന്നത്? അതായത് ഇവർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്. ബൾക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന ബേക്കറികളുണ്ട്, അതായത് ബേക്കറികളുടെ സെൻട്രൽ കിച്ചണുകളുണ്ട്, അവിടെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് ഷിപ്പുകളിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ഏതൊരു പാക്കേജിലാണ് ഇവരെല്ലാം പോകുന്നത്? അതായത് ക്രൂസ് ഷിപ്പിലേക്കൊക്കെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു 80,000 1 lakhിൻ്റെ അടുത്തേക്കുള്ള ഒരു എമൗണ്ട് ആണ് വരുന്നത്. പക്ഷേ ഇനീഷ്യലി നമ്മൾ ഇവരുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റത്തെ നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണെങ്കിൽ 6 month ഹാൻഡ്സ് ഓൺ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ ഐറ്റവും ഉണ്ടാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സിംഗിൾ ഐറ്റം ഒറ്റയ്ക്ക് അവർ എന്നിട്ട് അവർ തന്നെ ഇൻഗ്രീഡിയൻസ് എടുത്ത് കൊണ്ടുവന്ന് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് 6 മാസം അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഇൻറ്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പഠിച്ചത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ഈ 6 മാസം ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതോടുകൂടിയാണ് കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആവുന്നവർ നമ്മൾ പ്ലേസ്ഡ് ആക്കും അവരെ. അപ്പോൾ പ്ലേസ്ഡ് ആവുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് പ്ലേസ്ഡ് ആക്കുക. അതിപ്പോൾ സ്റ്റാർ ഹോട്ടൽസിലോ അല്ലെങ്കിൽ ബൾക്ക് പ്രൊഡക്ഷനിലോ വെച്ചിട്ട് അവിടുത്തെ ഒരു 1 year എക്സ്പീരിയൻസും കൂടി ആയി കഴിഞ്ഞാലാണ് അവർക്ക് സുഖമായിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്ക് ഒരു വർഷം കൂടുമ്പോൾ ഹയർ ആയിട്ട് പോകാൻ പറ്റും. ഒരു 3-4 വർഷത്തെ ഒരു റിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു എനിത്തിങ്. ബേക്കറി പേസ്ട്രിയിൽ എന്തും ചെയ്യാനായിട്ട് പറ്റും. ഈ ഓൺലൈനായിട്ട് പഠിക്കുന്നതും ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പറയാമോ? അതായത് നമ്മൾക്ക് ഇത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഓൺലൈനിലാണ് പഠിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഡിജിറ്റലി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സ് ആപ്റ്റല്ല. സിമ്പിൾ റീസൺ പറയാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് പഠിക്കുന്ന എല്ലാവരും എന്തുകൊണ്ട് ഓൺലൈനിൽ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ റീസൺ ഉള്ളൂ, പൈസ കൊടുക്കണ്ട. അതായത് യൂട്യൂബിൽ ഫ്രീ ആയിട്ടുണ്ട്, അവരുടെ കൺവീനിയൻ്റ് സമയത്ത് വെച്ച് പഠിക്കാം. ശരിയാണ് അത്. പക്ഷേ ഒരു യൂട്യൂബ് നോക്കി പഠിക്കുന്നവർ മിക്കപ്പോഴും ഒരു 3, 4, 5 പ്രാവശ്യം ഉണ്ടാക്കിയാലാണ് ആ ഐറ്റം കംപ്ലീറ്റ് ആവുക. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ആ കേക്കിന് ഒരു 250-300 രൂപ കോസ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ 5 പ്രാവശ്യം ഉണ്ടാക്കണമെങ്കിൽ 1500 രൂപയുടെ കോസ്റ്റ് വരുന്നുണ്ട്. അതിലും പൈസ കുറവിലാണ് അവർക്ക് നേരിട്ട് ഈ സംഭവം പഠിക്കാൻ പറ്റുക. ഒന്ന്. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ വലിയൊരു ഗുണം എന്ന് പറയുന്നത്, നേരിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി ഉണ്ട്. ഇത് റിയലി അതാണോ ടേസ്റ്റ്? ഇപ്പം ഞാൻ ഓൺലൈനിൽ ഞാനാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സുബി ഉണ്ടാക്കി കഴിഞ്ഞു, ഇത് ആര് ജഡ്ജ് ചെയ്യും ഇതിൻ്റെ ടേസ്റ്റ്? അതിനുശേഷമല്ലേ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓൺലൈൻ പഠിക്കുന്നതും ഓഫ്ലൈൻ പഠിക്കുന്നതിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ കോൺഫിഡൻസ് കിട്ടും. അതായത് ഇത് ആരുടെ മുന്നിലും പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് ആര് എന്ത് സംശയം ചോദിച്ചാലും നിങ്ങൾക്ക് അതറിയാൻ പറ്റും. പിന്നെ
ഈ നമ്മൾ ഓൺലൈനിൽ പഠിക്കുന്നത് മോശം എന്നല്ല പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് ആരെ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് ഉള്ളവർ വേണം. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവർ പഠിപ്പിച്ചാലാണ് അവർക്കൊരു പ്രൊഫഷനിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ല, അവർ അതല്ലാതെ പഠിച്ചവരാണ് അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അവർക്കൊരു നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇത് ശരിക്കും പൊതുവെ ഒരു ഷെഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു പൊസിഷനിങ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ഷെഫ്, കുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡ് സെറ്റ് കുറച്ച് കൂടുതലും പാരൻസിനാണ് ബുദ്ധിമുട്ട്, നമ്മുടെ കുട്ടികൾ. അപ്പോൾ എനിക്കൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആ ഒരു പ്രശ്നമില്ല, അവർ വെരി ഓപ്പൺ ഫോർ ദീസ് കൈൻഡ് ഓഫ് ജോബ്സ് ആണ്. സോ ഹൗ ഡു വി ടാക്കിൾ ദിസ്? ഈ മൈൻഡ് സെറ്റിൽ എന്താണ് ഒരു സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട്? ആക്ച്വലി ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഫ്രീ ഡെമോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അതായത് ഇത് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമ്മൾ ഇവരെ വിളിച്ച് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി പഠിപ്പിച്ച് കൊടുത്ത്, അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ് സ്റ്റുഡൻസ് വരുമ്പോൾ ഭയങ്കര പാഷനായിട്ട്, കാരണം അവർക്ക് നാളെ വന്ന് ജോയിൻ ചെയ്യണം. പക്ഷേ വീട്ടിൽ പോയിട്ട് പിന്നെ അവരെ വിളിക്കുമ്പോൾ അവർ പറയും പേരൻസ് സമ്മതിക്കുന്നില്ല. അപ്പോൾ പേരൻസ് സമ്മതിക്കാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് പഠിക്കേണ്ട കാര്യമില്ല, പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടാനാണ്, ഇതിൽ ഒരു ജീവിതം സെറ്റാകാൻ പറ്റില്ല. ഇതാണ് പേരൻസിൻ്റെ മൈൻഡിൽ. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇതിനെക്കുറിച്ച് ആർക്കും അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റുഡൻസ് ഇവരോട് അല്ലെങ്കിൽ ഇവരുടെ പേരൻസിനോട് ഒരുപാട് സംസാരിച്ചിട്ടൊന്നും സമ്മതിക്കാത്ത ഒരുപാട് കേസുന്നുണ്ട്. പക്ഷേ അവർ തപസ് ഇരുന്ന് വന്ന് പഠിക്കുന്നവരുണ്ട്. ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് നമുക്കൊരു സൊല്യൂഷൻ ഇല്ല. ഇതിന് ഗ്രാജുവലി ഇതിനൊരു എന്താ പറയുക ഇൻഫർമേഷൻ കൊടുത്ത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോസോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷമേ ഇവർക്ക് ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണം. നമുക്കറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് എണ്ണം പറഞ്ഞ പേസ്ട്രി ഷെഫ്മാരുണ്ട്. അവർ ദുബായിലും ഹോങ്കോങ്ങിലും യൂറോപ്പിലൊക്കെ പറന്ന് നടന്ന് മാസ്റ്റർ ക്ലാസ് എടുക്കുന്ന ഷെഫ്മാരുണ്ട്. ഈ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വന്നിട്ട് മാസ്റ്റർ ക്ലാസ് നടത്താറുണ്ട്. അവരുടെ സാലറി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒന്നും അല്ല അവരുടെ സാലറി. അവർക്ക് അത്രയും ഡിമാൻഡാണ്. പക്ഷേ ഇവരൊന്നും സോഷ്യൽ മീഡിയ അത്ര അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടും ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇതാണ് കാര്യം. അപ്പോൾ പേരൻസ് മനസ്സിലാക്കേണ്ടത് ഒരാൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റിന് ഇത് പഠിക്കാനുള്ളൊരു പാഷനുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിന് വന്നാൽ ഇതിന് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരു പൊതുവെ പെൺകുട്ടികൾക്കാണ് പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ വെഡ്ഡിങ് കഴിഞ്ഞാൽ കുറച്ച് നാൾ വീട്ടിൽ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അവർ വീട്ടിലിരുന്ന് പോകുന്ന പലപ്പോഴും നമ്മൾ പൊതുവെ കാണുന്നുണ്ട്. അവർക്കിത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? ഒരു പക്ഷേ ഇവരിത് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും നമുക്കത് അറിയേണ്ടത്, നമ്മുടെ ഈ ഒരു ഹോം ബേക്കിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. അതിൽ ആ ഹോം ബേക്കിംഗ് ചെയ്യുന്നതിൽ 90% പെണ്ണുങ്ങളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ്. അവരുടെ വലിയൊരു ഇൻകോ ആണത്. അവർ ഇത് പഠിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ സാധനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആ സാധ്യത എല്ലാവരും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നില്ല. പിന്നെ ഇതെല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇതിനോടൊരു പാഷൻ വേണം. ഈ ഒരു ഫുഡിനോടും ഈ ഒരു കാര്യത്തോടും അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ സ്കിൽസ് ആണ് ശരിക്കും ഒരാൾക്ക് വേണ്ടത് ചെയ്യുമ്പോൾ? കാരണം ദിസ് ഇസ് ലൈക്ക് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒക്കെ വേണം തോന്നുന്നു അല്ലേ? അതായത് ആർട്ടിസ്റ്റിക് സ്കിൽസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിന് ബേസിക്കലി വേണ്ടതെന്ന് വെച്ചാൽ ഇതിനോടൊരു ആഗ്രഹം വേണം. ഫുഡ് ഇതിനോട് ഞങ്ങൾ പറയാ, അവനാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, അത് കഴുകി വെക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളതെന്നാ പറയാം. അതില്ല, നമ്മൾ ആ പാത്രം തൊടൂല, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു പണിയല്ല അത്. നമുക്കിപ്പോൾ ചില കുട്ടികളെ കിട്ടുന്ന അവർക്ക് നേഴ്സ് ആവണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം, അവരുടെ ആഗ്രഹമായിരിക്കും. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇപ്പോൾ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്. പക്ഷേ ഫാമിലിക്ക് മാത്രമാണ് അല്ലെങ്കിൽ പേരൻസിന് മാത്രമാണ് അതിന് നോളജ് ഇല്ലാത്തത്. ശരിക്ക് ഞാനിവിടെ 2 ഏരിയയാണ് വളരെ ക്രൂഷ്യലായിട്ട് മാൻഡേറ്ററി ആയിട്ട് പഠിക്കണമെന്ന് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പുറത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ. ഇപ്പോൾ ഹസ്ബൻഡ് UK വൈഫ് കൂടെ പോയി, യൂഷ്വലി തിരിച്ചാണ്, വൈഫ് പോകുന്നു കൂടെ ഹസ്ബൻഡ് പോകുന്നു. അപ്പോൾ GCC ആണെങ്കിൽ തിരിച്ചാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോകും, വൈഫ് കൂടെ പോകും. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെ കൂടുതലും വൈഫ് പോകും, കൂടെ ഹസ്ബൻഡ് പോകും. ഇൻ ഈതർ കേസ് ഇവർക്ക് ഇത് പഠിച്ചിട്ടാണ് ഇവർ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഇരുന്നിട്ട് ഭയങ്കര
ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇതുപോലെ ഉണ്ട്. അതായത് അവർ ഓൾറെഡി അവിടെ ചെന്നു, ഇതിൻ്റെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റിയും മനസ്സിലാക്കി, എന്നിട്ട് അവർ വന്നിട്ട് കോഴ്സ് ചെയ്ത് പോകുന്നവരുണ്ട്. ലീവിന് വന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ആയിട്ട് ക്ലാസ് എടുത്ത് പോകുന്നവരുണ്ട്. പിന്നെ സ്റ്റഡി അബ്രോഡ് പോകാനായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർ ഈ കോഴ്സ് വന്നിട്ട് ഒരു 1 മന്തെങ്കിലും കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം അവിടെ ഒരു കഫേയിലോ പേസ്ട്രി ഷോപ്പിൽ കിട്ടാനായിട്ട് സുഖമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ഇതിന് വേണ്ട ഒരു മറ്റൊരു സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പേഷ്യൻ ഒരു ക്ഷമ വേണം. ഒരു ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, നല്ലൊരു ക്ഷമയോട് കൂടി ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ, ഇത്തിരി വരയ്ക്കാനും അതല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്ലേറ്റിംഗ് എന്ന് പറയും, നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കില്ലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു ഭയങ്കര പ്രൊഫഷണലിസം ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ ഇത്. അതായത് നമ്മളിത് കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊരിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കിച്ചൺ ടൈപ്പ് ഓഫ് ജോബായിട്ടാണ് ആൾക്കാർ എടുക്കുക, കുക്കിംഗ്. പക്ഷേ ഇത് പ്രസൻറ്റ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, അതിന് കെയർ ചെയ്യുക, എന്നിട്ട് കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്യുക, അതൊരു അതെന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ഒരു ക്യാബിൻ ക്രൂവിനൊക്കെ കാണുന്ന ലൈനിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് വരുന്നത്. ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ സെലക്ട് കാൻഡിഡേറ്റ്സിനെ എടുക്കുമ്പോൾ അവരുടെ ഈ ഇതൊക്കെ നോക്കൂ, അവരുടെ സ്കിൽസും ആറ്റിറ്റ്യൂഡൊക്കെ ചെക്ക് ചെയ്യും? ഇല്ല, അതായത് ബേസിക്കലി ഇതിനൊരു പാഷൻ. ഇവിടെ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് എല്ലാവരും അത്യാവശ്യം വീട്ടിൽ ബേക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ചെറുതായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹൈജീൻ പാർട്ടുണ്ട്. ഇതിൻ്റെ ഹൈജീൻ പാർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഓരോ ഫുഡിൻ്റെയും ഇതിപ്പോൾ ഒന്ന് ഫ്രീസ് ചെയ്യണതിൻ്റെ അളവുണ്ടായിരിക്കും. പിന്നെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഒരു കെമിസ്ട്രി ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം വരാം, ടേസ്റ്റിൽ വ്യത്യാസം വരാം, ഈവൻ പെട്ടെന്ന് തന്നെ ഇതൊരു പോയ്സണായി മാറണമെങ്കിൽ വരെ ആവാം. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട്, അത് ഈ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഇതുണ്ട്. നമ്മൾ എങ്ങനെ ഇത് ഫ്രീസ് ചെയ്യണം, എത്ര ഡിഗ്രി സെൽഷ്യസിൽ വെക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മളത് കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ പാക്ക് ചെയ്യണം, പിന്നെ പ്രസൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ പ്രൊഫഷണലി പഠിച്ചു കഴിഞ്ഞാലാണ് ഇതെല്ലാം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ഇത് പഠിച്ചിട്ട് സ്വന്തം വീട്ടിലൊരു ചെറിയ യൂണിറ്റ് സെറ്റ് ചെയ്യണം. അതായത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നു, അടുത്തുള്ള സ്ഥലങ്ങളിൽ ലോക്കൽ ഏരിയയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും? നമുക്കൊരു ഓട്ടോറിക്ഷ മേടിക്കുന്നതിനേക്കാളും ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. പുതിയൊരു ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് എനിക്ക് ഒരു 3 ലക്ഷം 3.5 ലക്ഷം രൂപ അതുപോലും വേണം. നമുക്കൊരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ചെറിയൊരു യൂണിറ്റ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഓൺ സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഇന്ത്യ ഈസ് എ വെരി ബിഗ് കൺട്രി. ഇന്നെല്ലാവരും ഇങ്ങനെയുള്ള പേസ്ട്രിയൊക്കെ വാങ്ങുന്നുണ്ട്, കേക്കുകളൊക്കെ വാങ്ങുന്നുണ്ട്. വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അത്തരം കാറ്റർ ചെയ്യാനുള്ള ബേക്കറീസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ കേക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് റീൽസ് ഇട്ടിട്ട് അതിൽ നിന്ന് ഓർഡർ എടുക്കുന്ന പ്രോസസ്സ് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ വീടിൻ്റെ അടുത്ത് കുഞ്ഞു നെറ്റ്വർക്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഓർഡർ എടുക്കുന്ന, അതായത് അവരുടെ ജീവിക്കാനുള്ള കാശ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഡെയിലി ഒരു 2-3 കേക്ക് വെച്ച് അവർക്ക് ഓർഡേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശരിക്കും നിങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പുറത്തു പോകുന്ന ആൾക്കാർ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇതിൽ അതർവൈസ് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടോ, നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഇതിനെ ബീയിങ് എ ബിസിനസ് മാൻ, എനിക്കിതിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ അത്രയും വൈഡാണ്. അത് ടാപ്പ് ചെയ്യാത്തൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊരു പഠിക്കുന്നവർക്ക് നമുക്ക് ചെറിയ പേസ്ട്രി ഷോപ്പുകൾ, ചെയിൻ ഓഫ് പേസ്ട്രി ഷോപ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബേക്കറികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊഡക്ഷൻ നടത്തിയിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ സ്പഞ്ച് മാത്രം അടിച്ചിട്ട് അത് ബേക്കറികൾക്ക് കൊണ്ടുകൊടുക്കും. ഇതിൻ്റെ സാധ്യതകൾ അത്ര അധികമുണ്ട്. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൺസൾട്ടേഷൻ ഞങ്ങൾ ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണം, ഒരു പുതിയൊരു കഫേ സെറ്റപ്പ് ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെനു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, അത് ചെയ്യണം, പ്രൈസിങ് ചെയ്യണം, ഇത് എല്ലാ കാര്യവും. ഈവൻ ഇപ്പോൾ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്ത് ഇതിന് മൊത്തം പ്രൊഡക്ഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബേക്കറി ഉള്ളവർക്കോ അല്ലെങ്കിൽ അവർക്കത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ പുതിയ പ്രോഡക്ട്സ്,
പുതിയ കേക്കോ പുതിയ പ്രോഡക്ട്സോ പുതിയ കുക്കീസോ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് R&D ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്ത് അവർക്കൊരു യൂണീക്ക് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതാളുകൾക്കാണെങ്കിലും ഇങ്ങനെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടും സെറ്റപ്പ് ചെയ്യേണ്ട ഭാഗമായിട്ടും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഒരുപാട് ലോൺസ് കിട്ടുന്നുണ്ട്. അതായത് എക്യുപ്മെൻറ്റ്സ് മേടിക്കാനായിട്ടും ഇങ്ങനത്തെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഒരു സ്ത്രീകൾ മാത്രമായിട്ട് നടത്തുന്നതാണെങ്കിൽ അതിനൊക്കെ നമ്മുടെ നല്ല സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പ്ലേസ്മെൻറ്റ് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ടല്ലോ? അതായത് ഞങ്ങളുടെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് 100% പ്ലേസ്മെൻറ്റ് വിത്തിൻ 90 ഡേയ്സ്. കോഴ്സ് കഴിഞ്ഞ് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ 100% പ്ലേസ്മെൻറ്റ്, ഇല്ലെങ്കിൽ അവരടച്ച ഫീസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അത് എഗ്രിമെൻ്റ് എഴുതി തരും. അതായത് ഇവിടെ വന്ന് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഓഫർ ലെറ്റർ കൊടുത്തിരിക്കും. ജോയിൻ ചെയ്യേണ്ടത് ആളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓഫർ ലെറ്റർ കൊടുത്തിരിക്കും ഉറപ്പായിട്ടും. എന്തൊക്കെ ടൈപ്പ് കോഴ്സുകളാണുള്ളത്? ഞങ്ങൾക്കുള്ളത് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാമുണ്ട്. 1 year ആണ് ടോട്ടൽ പ്രോഗ്രാം. ആ 1 yearൽ 6 month ഹാൻഡ്സ് ഓൺ ക്ലാസ്. ഹാൻഡ്സ് ഓൺ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ സിംഗിളായിട്ടും അവരൊറ്റയ്ക്ക് ഉണ്ടാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്ഡ് ഷെഫിൻ്റെ അണ്ടറിൽ എന്നിട്ട് അവർ 6 മാസത്താണ് ആ പ്രോഗ്രാം. ആ 6 മാസത്തിൽ അവർ ഓൾമോസ്റ്റ് ബേക്കിങ്ങിൻ്റെ എല്ലാ ടെക്നിക്സും ഒരുവിധം സാധനങ്ങളെല്ലാം അവർ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയും, കോഴ്സിൻ്റെ ഭാഗമാണ്. ആ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NSDCയുടെ സർട്ടിഫിക്കറ്റും കൂടിയും അവർക്ക് കിട്ടുന്നുണ്ട്. ഈ 1 year കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 90 days ഞങ്ങൾ അവർക്ക് പ്ലേസ്ഡ് ആക്കും, ഒരു സ്ഥലത്ത് പ്ലേസ്ഡ് ആക്കും. ഓക്കെ, ഇനി അവർ ആ 1 yearൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒരു ജേണിയാണ്. ഇവർ ജോയിൻ ചെയ്യുന്നത് കോമി 3 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കായിരിക്കും, അല്ലെങ്കിൽ കോമി 2. ഇതാണ് ഒരു ഷെഫിൻ്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത്. അവിടുന്ന് ഷെഫ് ഡി പാർട്ടി, അല്ലെങ്കിൽ പേസ്ട്രി ഷെഫ്, എക്സിക്യൂട്ടീവ് ഷെഫ്, സ്യൂ ഷെഫ്, അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിലൊരു കോമി 3ലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 15,000 to 20,000. 15,000 ഡെഫിനറ്റായിട്ട് ഒരു 15,000 to 20,000 കിട്ടും. പിന്നെ അവിടെ നിന്ന് കയറുന്തോറും ഇങ്ങനെ സാലറി കൂടും. ഒരു 3-4 വർഷത്തെ ഒരു 5 വർഷം അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60,000-65,000 അവർക്ക് സുഖമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇനി അതൊരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടാനേ സാധ്യതയുള്ളൂ. ഈ സെയിം തന്നെ നിങ്ങൾ വിദേശത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇതൊരു 90,000 to 1 lakh. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമോ, ഈ ശമ്പളം മാത്രമല്ല, അവർക്ക് താമസവും ഭക്ഷണവും എല്ലാം കിട്ടും. അത് ഈ ജോബിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ സിജു, ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ബിസിനസ് ഓവറായിട്ട് നിങ്ങൾ തുടങ്ങുന്നുണ്ടോ ഈ യൂണിറ്റ്സ്, ബേക്കിംഗ് യൂണിറ്റ്സ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഷെഫ്മാരുടെ ഒരു നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയപ്പെടുന്ന ഒരു ഷെഫാണ് ഷെഫ് സുരേഷ് പിള്ള, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന ഷെഫ് പിള്ള. ഷെഫ് പിള്ളയും ഞങ്ങളും കൂടിയിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റാണ്, ഷെഫിൻ്റെ പ്രോജക്റ്റാണ് കേക്കിംഗ് ബൈ ഷെഫ് പിള്ള എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങളൊരു സെൻട്രൽ കിച്ചൺ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകളായിട്ട് തുടങ്ങാൻ പോകണം. ഈ മാസം ജൂൺ മാസം 22-ാം തീയതി അതിൻ്റെ ആദ്യത്തെ ഔട്ട്ലെറ്റിൻ്റെ പാലുകാച്ചിലാണ്. സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഔട്ട്ലെറ്റ്, അതുപോലെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ലീസി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സെക്കൻഡ് ഔട്ട്ലെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മനസ്സിലായിട്ട് ഞങ്ങളൊരു 1.5 വർഷമായിട്ടുള്ള ഡിസ്കഷൻ്റെയും ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങൾ തുടങ്ങാൻ പോകണം. കാരണം ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒപ്പം എനിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കാനായിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളവർക്ക് ഞാനും ഭയങ്കര ആഗ്രഹത്തോടുകൂടി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിങ്ങളുടെ ഷെഫ് പിള്ളയുടെ കേക്കിംഗ് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ സ്പ്രെഡാക്കാനും അതുപോലെ തന്നെ ഓവർസീസ് കൺട്രീസിലും കൂടിയിട്ടാണ് നമ്മളിത് പ്ലാൻ വെച്ചിരിക്കുന്നത് ചെയ്യാനായിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഷെഫ് അവൈലബിൾ ആണ്, ഷെഫ്മാർ അവൈലബിൾ ആണ്. കാരണം നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും ഞങ്ങളും തുടങ്ങണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾക്ക് ഇത് സ്വന്തമായിട്ടൊരു സംരംഭമാക്കി തുടങ്ങണമെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനി സ്കെയിൽ, വീട്ടിലിരുന്നാണെങ്കിലും ഷോപ്പ് ഇട്ടിട്ടാണെങ്കിലും ഒരു മാസമായിട്ട് ഫ്രാഞ്ചൈസിങ് ഔട്ട്ലെറ്റ് പോലെ ഒരു 5-10 ഔട്ട്ലെറ്റ് തുടങ്ങുകയാണെങ്കിലും ഇതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമല്ലോ.
ഈ ഗൈഡൻസിൽ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒന്നൊരു ബിഗിനറായിട്ട് ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യണം, എന്നാൽ ഇത് ഏത് സ്കെയിലിൽ കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഇൻ ബേക്കർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഈ വേർഡ് ഡിക്ഷണറി തപ്പി കിട്ടത്തില്ല, ഇത് ഞങ്ങളായിട്ട് ഇട്ടിട്ടുള്ളൊരു പേരാണ്. അതായത് ഒരു ഓണ്ടർപ്രണർ ആവണം, ഒരു ബേക്കറിയിലാവണം, അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് ഇൻ ബേക്കർപ്രണർഷിപ്പ്. 1 മാസത്തെ കോഴ്സ്. അതിൽ നമ്മൾ കുറച്ച് ബ്രെഡ്സ്, കുറച്ച് കുക്കീസ്, കുറച്ച് കേക്ക്സ്, ഡെസേർട്സ്, ഈ സംഭവം അവരെ പഠിപ്പിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നല്ല, ജസ്റ്റ് ഒരു സിംഗിൾ ഔട്ട്ലെറ്റ് ഇട്ടിട്ട് ഇതെങ്ങനെയുണ്ട് ഈ ഇൻഡസ്ട്രി. ഈ കോഴ്സ് പഠിക്കാൻ വലിയ പൈസയൊന്നുമില്ല, ഒരു 50,000 രൂപ താഴെയുള്ളൂ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട്. ഇത് പഠിച്ചിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് തുടങ്ങി സംഭവം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഹയർ കോഴ്സ് എടുത്ത് ഇവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറയാം നിങ്ങൾ ഡിപ്ലോമ എടുത്തിട്ട് ഈ ബിസിനസ്സിലേക്ക് വരിക. അങ്ങനെ ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് എല്ലാ ഹെൽപ്പും, അതായത് അവർ എങ്ങനെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം, മെനു എങ്ങനെ ചെയ്യണം, അതെല്ലാ കാര്യങ്ങളും കുറിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. അപ്പോൾ അതായത് എൻഡ് ടു എൻഡ് സപ്പോർട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഹാൻഡ് ഹോൾഡിങ് നമുക്ക് ഇനി ഒരു എന്താ പറയുക കീ കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അവരെ ഏൽപ്പിച്ചു തരാണെങ്കിൽ ഞങ്ങൾ അതും വരെ ചെയ്തു കൊടുക്കും. നമുക്ക് റെഡിയാണ് ഞങ്ങൾ അതിനെ ചെയ്യാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭകത്വം നിങ്ങൾ ഈക്വലി പ്രൊമോട്ട് ചെയ്യാണ്, ഒരു സ്കില്ല് മാത്രമല്ല. നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ വെറുതെ പഠിപ്പിച്ചിട്ട് വഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവരെ ഇതിൻ്റെ ബിസിനസ് സാധ്യത, കാരണം ഇന്ത്യയെ പോലെ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇത് മനസ്സിലാക്കണം, നമ്മൾ പുറത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇവിടെ സംരംഭങ്ങൾ വളരണം, വലുതായിട്ട് നല്ല നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോത്തിലേക്ക് എത്തണം. അതിന് വേണ്ട സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും. അവർക്ക് അറിയില്ല, അറിയാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ നമ്മളായിട്ട് ആ സ്റ്റുഡൻസ് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട്, ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ലൊരു ലൊക്കേഷൻ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്തു കൊടുക്കും. വളരെ നല്ലൊരു കാര്യമാണ് ശരിക്കും. ഞാനിതിനകത്ത് കണ്ടത് കൂടുതലും വുമൺ എംപവർമെൻ്റ് ആണ്. ലൈക്ക് അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻ ഓൾ സെൻസ്, ബീങ് അറ്റ് ഹോം ഓർ സ്വന്തം ബിസിനസ് ആണെങ്കിലും ഈവൻ പുറത്താണെങ്കിൽ പോലും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ഓൾറെഡി മറ്റുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന സിനാരിയോസ് ഉണ്ടാവാറുണ്ടോ? ഒരുപാടുണ്ട്. അതായത് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നത്, സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളുകളല്ല, MBBS കഴിഞ്ഞവർ, BDSും അതിൻ്റെ PGയും കഴിഞ്ഞവർ, എൻജിനീയറിങ് കഴിഞ്ഞവർ, IT പ്രൊഫഷനിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവർ, അത് വേണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ള ആൾക്കാർ വേണ്ടെന്ന് വെച്ചാൽ അവർ ന്യൂ പ്രോജക്ട്സ് ആയിട്ട് അവരിൽ കൃത്യമായിട്ട് അവരുടെ പ്ലാൻ ഉണ്ട്. അവർക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അവർക്ക് അവരുടെ കസ്റ്റമറെ അറിയാം, ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഏത് പ്രോഡക്റ്റ് എത്തിക്കണം എന്നറിയാം, അതിനെക്കുറിച്ച് എൻഡ് ടു എൻഡ് അവർക്ക് അറിയാം. അങ്ങനത്തെ ആളുകൾ വന്നിട്ട് പഠിക്കുന്നത് അതൊരു ഏകദേശം ഒരു 10-15% ഞങ്ങളുടെ കാൻഡിഡേറ്റ്സും അങ്ങനത്തെ സ്റ്റുഡൻസാണ്. അവിടെയാണ് ഓർത്തഡോക്സ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പേരൻസ് മനസ്സിലാക്കേണ്ടത്, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഒരു ഷെഫ് എന്ന് പറയുന്നതിന് ഒരു വലിയൊരു സ്റ്റാറ്റസ് ഉണ്ടെന്നുള്ളതും, ഒരു ഡോക്ടറും എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിൽ IT മാത്രമല്ല സ്റ്റാറ്റസ് എന്നുള്ളതും, ആ പ്രൊഫഷനിലുള്ളവർ പോലും ഇങ്ങനത്തെ കോഴ്സ് എടുത്തിട്ട് അവരുടെ പാഷനെ പിന്തുടർന്ന് മാത്രമല്ല ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് അവർ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. നൈസ്. എന്തായാലും കേരളത്തിലെ പാരൻസാണ് വലിയ റോഡ് ബ്ലോക്ക് എന്ന് തോന്നുന്നു എനിക്ക്. അവർക്കെല്ലാം കാര്യം മനസ്സിലാവട്ടെ. ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു പക്ഷേ അവർക്കും എൻലൈറ്റനിങ് ആയിരിക്കും. Because it's not just about the degrees we hold, it's all about the career and skill. Yes. So സിജോ, എന്തെങ്കിലും ലാസ്റ്റ് പറയാനുണ്ടോ സിജോന് ബിഫോർ വി വൈൻഡ് അപ്പ് ദി? എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു സിനാറി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കൾ, ഇപ്പോൾ ഒരു +2 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മക്കൾ, അവർ പല കോഴ്സുകളെക്കുറിച്ചും പല എൻക്വയറീസ് നടത്തും. അപ്പോൾ പേരൻസ് ആണെങ്കിലും ഈ ഉപദേശം കൊടുക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഫീൽഡിൽ അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ചൊരു ഉപദേശം കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വഴി തെറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 20 വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പലരുടെയും ലൈഫ് കണ്ടപ്പോൾ എൻ്റെ അമ്മാവും പറഞ്ഞു ഈ കോഴ്സ് വേണ്ട, ഈ കോഴ്സ്. ഇപ്പം നമ്മൾ ബേക്കറി പേസ്ട്രി എന്നല്ല, ഏത് കോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിലും പേരൻസോ അവരോ അതിന് അറിയുന്നവരായിട്ട് സംസാരിച്ചിട്ട് അവരുടെ മക്കൾക്ക് അവർക്കത് പാഷനുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹം അവരിൽ അടിച്ചേൽപ്പിക്കാതെ അവർക്കത് പാഷനുണ്ടെങ്കിൽ അതിൽ ആ മക്കളെ വിടുക, അവർക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഗ്രേറ്റ്. ഓൺലൈനായിട്ട് കോഴ്സ് കൊടുക്കാൻ വല്ല പ്ലാനുണ്ടോ? ഞങ്ങളോ? ഒരു കാരണവശാലും ഞങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കില്ല. സുബി മനസ്സിലാക്കേണ്ടത്, എന്നെ സംബന്ധിച്ച് ഓഫ്ലൈനിൽ ഈ കോഴ്സ് നടക്കുന്നതിനേക്കാളും ഇരട്ടി ലാഭം ഓൺലൈനിൽ കൊടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അത്യാവശ്യം ഹ്യൂജ് നമ്പർ ഓഫ് ഷെഫ്മാരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ഈ ഷെഫ്മാർക്ക് സാലറി ഒരു മാസം കൊടുത്തിട്ട് എല്ലാം വീഡിയോയിലാക്കി
പിന്നെ എനിക്ക് അങ്ങോട്ട് ടെലികാസ്റ്റ് ചെയ്താൽ മാത്രം പോരെ, ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ മേടിച്ചിട്ട് ഇതെടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം ഞങ്ങൾക്ക് ഓൺലൈൻ എൻക്വയറി അത്ര അധികം ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഉദ്ദേശമുണ്ട്, നമ്മളവിടെ ഈ ഒരു ബേക്കറി ഇതിൽ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവണം, ഇതിന് പ്രൊഡക്ഷൻ അത്രയുണ്ട്, ഇതിൻ്റെ ബിസിനസ് സാധ്യതയുണ്ട്. ഇത് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യണമെങ്കിൽ അവർ ഓഫ്ലൈൻ പഠിച്ചാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഓഫർ തന്നാലും ഞങ്ങൾ ഓൺലൈനിൽ പഠിപ്പിക്കില്ല. ഒരുപക്ഷെ വന്ന് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് സഫർ ചെയ്യും വേണം. ഈ ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ട്രാവലിംഗ് കുറേ ബുദ്ധിമുട്ടുണ്ട്. അതറിയണമെങ്കിൽ ഞങ്ങളവിടെ പഠിച്ചു പോയവരാരും ഫ്രീ ആയിട്ട് നടക്കുന്നവരല്ല. 2-3 മക്കളുള്ളവർ വളരെ ദൂരത്തുനിന്ന് വന്നിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് മാറി നിന്നിട്ട്, അത് ആണുങ്ങളല്ല, പെണ്ണുങ്ങൾ, സ്ത്രീകൾ, മക്കളുകൾ, ഇവർ വന്ന് പഠിച്ചിട്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പേസ്ട്രി സ്ഥാപനങ്ങൾ ലീഡ് ചെയ്യുന്നവരുണ്ട്. സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പെയിൻ ഉണ്ടോ, അതിനൊരു ഗെയിൻ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഗെയിൻ വളരെ നല്ലൊരു ഗെയിനാണ്. സോ ദ പെയിൻ ഈസ് സ്റ്റിൽ വർത്ത്. സോ താങ്ക് യു സിജോ ഫോർ ജോയിനിങ് അസ്. എന്തായാലും ഒരുപാട് പേർക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള അറിവ് യൂസ്ഫുള്ളായിരിക്കും. അതിലേക്കൊരു ലൈറ്റ് കൊളുത്താനായിട്ട് നമുക്ക് സാധിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് വെൽ ആസ് ഓൾ ദി അതർ ബിസിനസ്സസ്. ആൻഡ് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. ഷെഫ് പിള്ളയ്ക്കും ഞങ്ങളുടെ ഒരു വിഷസ്. എനിവേ വൺസ് അഗൈൻ താങ്ക് യു. സോ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് സിജോ ജോർജ്, ആവിസ് ബേക്കേഴ്സ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറാണ്. നിങ്ങൾ ഇത് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സാധ്യത എന്നുള്ളത്. നമ്മളെപ്പോഴും മെയിൻ സ്ട്രീമിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കുഞ്ഞു ഓപ്ഷൻസ് ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് പീപ്പിൾ ടു ഏൺ മോർ. ഓക്കെ, നമ്മൾ മെയിൻ സ്ട്രീം ജോലിക്ക് കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി ചിലപ്പോൾ അപ്പുറത്ത് ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, ആ ഒരു പ്രശ്നം ഞങ്ങളാൽ ആകുന്ന രീതിയിൽ കുറച്ച് ദൂരീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുക ഫോർ യു, ഫോർ യുവർ വൈഫ്, ഫോർ യുവർ പേരൻസ് ഓർ യുവർ ചിൽഡ്രൻ. എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോന് താഴെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ദം. ആൻഡ് വൺസ് അഗൈൻ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.